പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ രാഹുലിന്റെ അമ്മയും സഹോദരിയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെന്നുള്ള വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കോഴിക്കോട് ജില്ലാ കോടതിയിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നും മേഘന മുരളി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മേഘന, അമ്മയും സഹോദരിയുമാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ജാമ്യാപേക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? വിശദാംശങ്ങൾ. ശ്രുതി, പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നതിനിടയിലാണ് രാഹുലിന്റെ അമ്മയും സഹോദരിയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലാ കോടതിയിലാണ് അപേക്ഷ നൽകിയത്. ഈ അപേക്ഷ 20-നാണ് പരിഗണിക്കുക. ഇന്നലെ തന്നെ രാഹുലിന്റെ അമ്മയെയും സഹോദരിയും ചോദ്യം ചെയ്യലിന് വേണ്ടി നോട്ടീസ് അയച്ചിരുന്നു. പക്ഷെ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി, അതായത് മെഡിക്കൽ കോളേജിൽ അമ്മ ചികിത്സയിലാണ്, അതുകൊണ്ട് ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. അതിനിടെ ഇന്നും ചോദ്യം ചെയ്യലിന് വേണ്ടി വീണ്ടും നോട്ടീസ് അയക്കാനിരിക്കെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഈ സഹോദരിയും അമ്മയും എത്തിയിരിക്കുന്നത്. ഇതിൽ ഈ പെൺകുട്ടിയുടെ നവവധുവായിട്ടുണ്ടായിരുന്ന പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് അമ്മയും സഹോദരിയും ഈ സ്ത്രീ പീഡനം അല്ലെങ്കിൽ സ്ത്രീധനം ചോദിച്ചുകൊണ്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി. ഇതിൽ അമ്മയ്ക്കും സഹോദരിക്കും പങ്കാളികളാണ് എന്നുള്ള ഒരു തരത്തിലായിരുന്നു മൊഴി ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സഹോദരിയും അമ്മയും പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ ജാമ്യാപേക്ഷയിൽ തങ്ങൾ ഇങ്ങനൊരു, അതായത് സ്ത്രീധന പീഡനമോ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദമോ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പ്രതികൾ പറയുന്നുണ്ട്. അമ്മയും സഹോദരിയും പറയുന്നുണ്ട്. എന്തായാലും ഈ ജാമ്യാപേക്ഷ 20-ന് കോഴിക്കോട് ജില്ലാ കോടതി പരിഗണിക്കും. വ്യക്തമാണ്. പ്രതി രാഹുലിന്റെ അമ്മയും സഹോദരിയുമാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലാ കോടതിയിലാണ് അപേക്ഷ നൽകിയത്. അപേക്ഷ 20-ന് പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളാണ് മേഘന മുരളി നൽകിയത്.